ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് ഗോപികസൻ എന്നാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എന്നെ ഇഷ്ടമായ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ എണീച്ചിട്ടേ ഉള്ളൂ. ഇപ്പം സമയം 10 എത്രയോ ആയിട്ടുള്ളൂ. എണീച്ചു, മുഖമൊക്കെ നല്ലോണം ക്ലെൻസ് ചെയ്തു, ഡ്രസ്സ് ഇട്ടു. ഇനിയിപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോവാണ്. എന്താ പറയുക, എനിക്ക് കോളേജ് തുടങ്ങാൻ എനിക്ക് തോന്നുന്നൊരു 1 വീക്ക് കൂടി ഉണ്ടാവുള്ളൂ. ഒരുവിധം എല്ലാ എഞ്ചിനീയറിംഗ് കോളേജും തുറന്നിട്ടുണ്ട്. അപ്പം എനിക്കും തന്നെ ഒരു 1 വീക്കിൻ്റെ അടുത്തേ ഉണ്ടാവുള്ളൂ. അപ്പം കോളേജിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും പിന്നെ അമ്മയും ഞാനും കൂടെയാണ് പോകുന്നത്. അപ്പം പിന്നെ വീട്ടിലോട്ടും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട്. എന്തൊക്കെയാണ് വാങ്ങിക്കാനുള്ളതെന്ന് ഒരു ഇതില്ല. എനിക്ക് എന്തായാലും ഒരു ബാഗ് വാങ്ങിക്കണം. പിന്നെ എന്തൊക്കെയാണ് വാങ്ങിക്കാമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പം ഇന്ന് വാങ്ങിക്കുന്നതും എല്ലാം കൂടി ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. എന്താ ഷോപ്പിങ്ങും ഒരു ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ ഒരു സംഭവം. സോ ഞാൻ പോയി പുറപ്പെട്ടിട്ട് വരാം. അപ്പോഴത്തേക്കും ഇറങ്ങാനാവും. സോ ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ റെഡിയായി. എനിക്ക് പുതിയൊരു ഐഷാഡോ പാലറ്റ് കിട്ടിയിരുന്നു. അതിൻ്റേതാണ് ഞാൻ കാട്ടി വെച്ചത്. ഇത്ര കണ്ടില്ലായിരുന്നു. എനിക്ക് കിട്ടിയ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ എന്തൊക്കെയോ ഇട്ടു. സോ അപ്പോൾ ഇങ്ങനെ ആയിപ്പോയി. ഇപ്പം സാരില്ല, ഇനിയിപ്പം പോക്കെല്ലാം പോവും. ഞാൻ സത്യം പറഞ്ഞൊരു കാര്യം പറയാം, എന്തേലും എൻ്റെ അടുത്ത് കുറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. അമ്മേൻ്റെ മുമ്പിൽ നിന്നാണെങ്കിലും ഞാൻ അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് ഞാൻ സംസാരിച്ചില്ല. അതിൻ്റെത് ബുദ്ധിമുട്ട്. അമ്മേൻ്റെ മുമ്പിൽ പിന്നെയും കുഴപ്പമില്ല, നല്ല അമ്മേനെ കണ്ട ചിരി വരും. പിന്നെ നാട്ടുകാരുടെ മുമ്പിൽ നിന്ന് ഇപ്പോൾ പുറത്തു പോയി എടുക്കണ്ടേ, അതെനിക്കറിയില്ല. അമ്മയും ചേച്ചി ഇപ്പോൾ പുറത്തു പോയതാ എന്തോ വാങ്ങിക്കാൻ. അപ്പം അവർ വന്നിട്ട് ഞാനും അമ്മയും പുറത്തു പോകും. ചേച്ചിക്ക് കോളേജുണ്ട്, അങ്ങനെയാണ് പ്ലാൻ. ആരൊക്കെ ഹോം ടൂർ എന്ന് പറഞ്ഞ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഹോം ടൂർ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ താഴത്ത് കുറച്ചും കൂടി കുറച്ച് ഗ്രീൻ കാർപ്പറ്റും അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട്. അത് ഇന്ന് പറ്റുകയാണെങ്കിൽ വാങ്ങിക്കണം. അപ്പം അങ്ങനെയൊക്കെ ഒന്ന് സെറ്റാക്കാനൊരു പരിപാടി ഉണ്ട്. അതും കൂടി ആയി കഴിഞ്ഞിട്ട് ഞാൻ ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്, അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. അപ്പം എല്ലാം ഒന്ന് കറക്റ്റ് ഒന്ന് സെറ്റായിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും. പിന്നെ എൻ്റെ റൂമിലേക്കും കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പം ഇന്ന് ചിലപ്പോൾ വാങ്ങിക്കും, അത് ഉറപ്പില്ല. വീട്ടിലേക്കുള്ളത് എത്രത്തോളം വാങ്ങിക്കും എനിക്കറിയില്ല. അത് അമ്മ വാങ്ങിക്കുന്നതനുസരിച്ചിരിക്കും. ഞാൻ എൻ്റെ സാധനങ്ങൾ ഞാൻ തന്നെ വാങ്ങിക്കും. പിന്നെ അയ്യോ എൻ്റെ സൗണ്ട് പിന്നെ നിങ്ങളോട് പറയാതിരിക്കാൻ വയ്യ, എൻ്റെ വാണ്ടേറ്റിൻ്റെ ഡേക്ക് നിങ്ങൾ നല്ല റെസ്പോൺസുമാണ്. എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ എൻ്റെ ചാനലിൽ കയറുന്നത്. എനിക്കറിയില്ല, ഞാൻ സത്യം പറഞ്ഞാൽ അത്രയും തിന്നുന്ന ഒരാളല്ല. നിങ്ങളിത് പറഞ്ഞപ്പോൾ ചിരിക്കും. ഞാൻ തിന്നും. പുറത്ത് പോയാൽ എനിക്ക് ഇപ്പോൾ ഒരു സാധനം വാങ്ങിച്ചാൽ എനിക്ക് പുറത്തുനിന്ന് കുറച്ച് തിന്നാൻ പറ്റുള്ളൂ. എനിക്ക് എന്താ അറിയില്ല, എനിക്കിങ്ങനെ കൊതിയാണ്. എനിക്ക് തിന്നുന്നതിനെക്കാട്ടും എനിക്ക് കൊതി. എനിക്ക് ഓരോ സാധനങ്ങളും ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കണം. പക്ഷേ ക്വാണ്ടിറ്റി ഞാൻ അത്ര കഴിക്കില്ല. വീഡിയോ എടുക്കുകയല്ലേ, വാട്ടൈറ്റിനിടെ അല്ലേ വിചാരിച്ചിട്ട് ഞാൻ 1-2 സാധനങ്ങൾ ആഡ് ചെയ്യും. മീൻസ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണണ്ട അതിൻ്റെ അകത്ത് വിചാരിച്ചിട്ട് ഞാൻ പിന്നെയും ആഡ് ചെയ്യും. പക്ഷേ അത് ആഡ് ചെയ്ത് വന്ന അവസാനമാണ് ഞാൻ അറിയാം, ഞാൻ കുറേ ഫുഡ് കഴിച്ച് കഴിഞ്ഞു എന്ന്. പിന്നെ ഞാൻ എന്തായാലും അതേപോലെ എടുത്തിടും. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ ഇവിടെ ഇപ്പോൾ വെറുതെ ബോറടിച്ചിരിക്കുക. അവർ വരുന്നവരെ വേറെ പണിയൊന്നുമില്ല. സോ അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടമെന്ന് വെച്ചാൽ പറയണം. ഞാൻ അതിനനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. എന്തായാലും എനിക്കിഷ്ടമാണ് വീഡിയോ എടുക്കാനും ചെയ്യാനും ഒക്കെ. പക്ഷേ ഇനിയിപ്പോൾ കോളേജ് തുടങ്ങി എങ്ങനെയാണ് എനിക്കറിയില്ല കേട്ടോ. എൻജിനീയറിംഗ് ആണ്, കുറേ പഠിക്കാനുണ്ട്. സോ അറിയില്ല. അമ്മയും ചേച്ചിയും വന്ന് അവർ കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ട് അപ്പോൾ ഞാനും അമ്മയും കൂടി പുറത്ത് പോകാൻ പോവുക. രാവിലത്തെ ഫുഡ് പിട്ടും കടലക്കറിയാണ്. പക്ഷേ എനിക്ക് കഴിക്കാൻ തോന്നില്ല. എനിക്ക് പിട്ട് ചില സമയത്തേക്ക് ഇഷ്ടമല്ല, ചില സമയത്ത് ഇഷ്ടമാണ്. അപ്പം എനിക്കിത് കഴിക്കാൻ തോന്നാത്തതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല. എന്തേലും ഇനി പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ഹായ് പറ. ഹായ്. നമ്മൾ ഇപ്പോൾ ബസ് കയറിയിട്ടല്ലേ പോണേ? ബസ് കയറി ഞങ്ങളവിടെ എത്തിയിട്ട് എവിടെയാണ് പോകണം അറിയില്ല, ഏത് സ്ഥലത്ത് വെച്ചാൽ എത്തിയിട്ട് വരാം. സോ നമ്മളിപ്പോൾ ഒരു ഐസ്ക്രീം വാങ്ങിയിട്ട് ഞാൻ രാവിലെ ഒന്ന് കഴിക്കാൻ തോന്നുന്നു. എനിക്ക് അമ്മയ്ക്കും കൂടി ഇരുമതില്ലേ. സോ നമ്മൾ മാക്സ് കയറിയിട്ടൊരു ബാഗ് നോക്കാം. നല്ല ഉണ്ടേ വാങ്ങിക്കും. എനിക്ക് കോളേജിലോട്ട് കേട്ടോ. നമ്മൾ കോഴിക്കോട് ഫോക്കസ് മാളിലാണ് കേട്ടോ. എൻ്റെ കിട്ടും കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി മാക്സ് കയറാം. നോക്കട്ടെ, ഉറപ്പില്ല അവിടെ ബാഗ് ഉണ്ടോയെന്ന്. എനിക്കിതാ ഈ ബാഗും ഈ ബ്രൗണും അങ്ങനത്തെ എനിക്കിഷ്ടമായി. പക്ഷേ അതിന് എത്രയാണ് 1300. പക്ഷെ ഒറ്റ സിബ്ബേ ഉള്ളൂ. ഇപ്പോൾ ടിഫിനും അതേപോലെ തന്നെ ബുക്കും വേറെ സിബിലും കിട്ടണമായിരുന്നു. പക്ഷേ ഒറ്റ സിബ്ബേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇവിടുന്ന് വാങ്ങിക്കണമെന്നൊക്കെ ഒരു ഡൗട്ട്. അമ്മ പറയുന്ന SM സ്ട്രീറ്റിൽ നല്ല കിട്ടും, 1000-ൻ്റെ താഴെയാണ്. പക്ഷേ SM സ്ട്രീറ്റിലത്തെ ചിലത് എനിക്കിഷ്ടമല്ല, ചിലത് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ എനിക്കിപ്പം എടുക്കണമെന്നൊരു ഡൗട്ട്. ഇതെനിക്കിഷ്ടമായി, പക്ഷെ ഒറ്റ സിബ്ബുള്ളതാണ്. ഇതിൻ്റെ ബ്രൗണ് എനിക്കിഷ്ടമായി. ബ്രൗൺ ഇഷ്ടമെങ്കിലും പക്ഷേ വാങ്ങിക്കണമെന്ന് ഡൗട്ട്.
കുറേ ഇങ്ങനത്തെ ബാഗുണ്ട്. ഇതൊക്കെ നല്ല സ്ഥലം. അമ്മ പറഞ്ഞു അമ്മയ്ക്ക് എസ് എം സ്ട്രീറ്റിൽ നല്ല കട അറിയാമെന്ന് ബാഗിൻ്റെ. അപ്പോൾ അവിടെ പോയിട്ട് എനിക്ക് നല്ല കിട്ടിയില്ലെങ്കിൽ എന്തായാലും വീട്ടിലോട്ട് വരുന്നത് ഈ വഴിക്ക് തന്നെയാണ്. അപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടുന്ന് ഞാൻ നോക്കി വെച്ച ആ ബ്രൗൺ ബാഗ് ഞാൻ വാങ്ങിക്കും. ഇല്ലെങ്കിൽ ഞാൻ എസ് എം തന്നെ വാങ്ങിക്കും. ആൾ നോക്കി എസ് എം സ്ട്രീറ്റിലോട്ട് എസ് എം സ്ട്രീറ്റാ രസമാണ്. ഞാൻ ഈ ബാഗ് വാങ്ങിയിട്ടു. ഈ ബാഗാണ് വാങ്ങിച്ചത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. കാരണം ഇതിന് 4 സിബുണ്ട്. സത്യം പറഞ്ഞാൽ എസ് എം സ്ട്രീറ്റിൽ നല്ല സാധനമുണ്ട്, പക്ഷേ നമ്മൾ തപ്പണം. പക്ഷേ എനിക്കിത് ഫസ്റ്റ് കടയിൽ കയറിയതും എനിക്ക് കിട്ടി. അപ്പോൾ മൈൻഡ് സോ ഹാപ്പി. അപ്പം ഇത് കിട്ടി. ഇതെന്താ പറയുക, ലാപ്ടോപ്പ് വെക്കാം, അങ്ങനെയൊക്കെ ഒരു സിബൊക്കെ ഉണ്ട്. 4 അത്യാവശ്യം നല്ലോണം കൊള്ളും. കണ്ടാൽ നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ബാഗുമാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇതെടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ വിക്കോ കയറിയതാണ്. വിക്കോ കയറിയിട്ട് ഇപ്പോൾ എന്താ വാങ്ങിച്ചത്, ഹാൻഡ് വാഷിൻ്റെ സംഭവം വാങ്ങിച്ചു. പിന്നെ ബാത്റൂം ഇതാക്കണ കുറച്ച് സാധനങ്ങൾ, ക്ലീൻ ചെയ്യുന്ന കുറച്ച് ബ്രൂം പോലത്തെ സംഭവം, പിന്നെ എന്താ പറയുക അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ചുമരിങ്ങനെ ഇറക്കുന്നൊക്കെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. ഇനിയിപ്പോൾ ബില്ല് ചെയ്യാൻ പോവാണ്. പിന്നെ എന്താ വെച്ചാൽ അതൊക്കെ ബാത്റൂമിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളാണ് വാങ്ങിച്ചത്. ബില്ല് ചെയ്തിട്ട് അച്ഛൻ വരുന്നുണ്ട്. അച്ഛൻ വന്നിട്ട് എനിക്കൊരു ചെയർ നോക്കാൻ പോകണം. അപ്പം അതിനാണ് തോന്നുന്നു പോകുന്നത്. ഓക്കെ, നല്ല തിരക്കാണ് ഇവിടെ. എസ് എം സ്ട്രീറ്റും ടൗണൊക്കെ ഫുൾ തിരക്കാണ്. ഈ ചൂടെടുത്തിട്ട് ബാഗ് ഞാൻ വീട്ടിലെത്തിയിട്ട് ഫുള്ളായിട്ടുള്ള വീഡിയോ കാണിക്കാം കേട്ടോ. ഫുള്ളോട്ടൊക്കെ ഇത് നല്ല ഈ പ്രൈസിന് വേർത്തായിട്ടുള്ളൊരു ബാഗാണ്. അത്യാവശ്യം നല്ല നല്ല വലിപ്പമുണ്ട്. മറ്റേത് ഒറ്റ കള്ളിയേ ഉള്ളൂ. എനിക്ക് ആ ബാഗ് ഇഷ്ടമായി മാക്സത്തെ. പക്ഷേ ഒറ്റ കള്ളി ആയതുകൊണ്ട് നമ്മൾ ടിഫിൻ എത്ര വെച്ചാലും അഴുക്കാവും, മീൻസ് ടിഫിനൊക്കെ വെച്ചാൽ. സോ അതുകൊണ്ടാണ് എനിക്ക് മിനിമം 2 കള്ളി വേണമെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ മാക്സിമം ഒന്നും ഒരു 2 കള്ളിയില്ല, എല്ലാം ഒറ്റ കള്ളി, വലിയ കള്ളിയാണ്. പിന്നെ അതാണ് പൗച്ചാ ഞാൻ എന്താ കുഞ്ഞു പൗച്ച വേണ്ട. പൗച്ച് എന്തിനാ, ആകെ ഒരു പെന്നെ കൊണ്ടുപോകുള്ളൂ. എനിക്ക് നല്ലതൊന്നും ഞാൻ പഠിക്കാൻ ഇല്ലാത്തപ്പോൾ നല്ല ക്യൂട്ട് പൗച്ച് അല്ലേ. ഞാൻ പഠിക്കാൻ ഇല്ലായിരുന്നല്ലോ. അങ്ങനെ പണ്ട് എപ്പോഴും എനിക്കൊരു വയലറ്റ് പൗച്ച് തന്നെ ഉണ്ടായിരുന്നു. വേറെ ഒന്നും ഉപയോഗിക്കില്ല. പക്ഷെ നല്ല കംഫർട്ടബിൾ കേട്ടോ. എനിക്ക് വേണ്ട പൗച്ച്. ആ കൊച്ച പെന്നാ കൊണ്ടുപോവുക. ഇതെന്തിനാ അച്ഛൻ പോയല്ലോ. നമ്മളൊരു ഓട്ടോ വിളിച്ച് പോയിക്കോളാം. അപ്പം നമ്മൾ ഏത് ഫർണിച്ചർ ഷോപ്പിലോട്ടോ? അല്ല, അത് വീട്ടിൽ വന്നിട്ട് അച്ഛൻ വരുന്നു. ഓക്കെ, അപ്പം വീട്ടിൽ വന്നിട്ട് കാറിലിട്ട് പോകുന്നുണ്ടോ. എനിക്ക് ഇങ്ങനത്തെ സാധനം വേണമെന്നുണ്ട്. ബട്ട് 270 ആണ്. ആമസോണിൽ 160 ഉള്ളൂ. സോ വാങ്ങിക്കണം. സോ ഇത് ഞാൻ എടുത്തു. കോഫി കുടിക്കണ ജാർ. ഞാൻ ഫുൾ ടൈം കോൾഡ് കോഫി ഒക്കെ. അപ്പം ഞാൻ ഇത് വാങ്ങിക്കാൻ വിചാരിച്ചു. ആമസോണിൽ ഇതിനെക്കാട്ട് റേറ്റ് കുറവാണ്. ബട്ട് ആമസോണിൽ ഞാൻ എപ്പോഴും ഓർഡർ ചെയ്യാൻ എനിക്കറിയില്ല. അതുവരെ വെയിറ്റ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പിന്നെ എടുത്തു. ഓക്കെ, ഞാൻ ഇങ്ങനെ മുടി കെട്ടി വെച്ച് ചൂടിൻ്റെ പൊന്നും വേർത്ത് കുളിച്ച്. അമ്മ ആണെങ്കിൽ ഇത് എന്തൊക്കെയോ വാങ്ങിക്കാം. ഞാൻ എനിക്ക് വേണ്ടെടുത്ത്. നല്ല ബാക്ക്ഗ്രൗണ്ട് അല്ലേ. അമ്മ എന്തൊക്കെയോ നോക്കുന്നുണ്ട്. ലാസ്റ്റ് ഒന്നും വാങ്ങിക്കില്ല. ഇത് വേണ്ട. ഞാൻ എന്തായാലും വാങ്ങിച്ചു. എനിക്കറിയില്ല. ഒടുക്കത്തെ ചൂട്. എനിക്ക് ചൂട് ഒട്ടും പറ്റില്ല. തണുപ്പ് പിന്നെയും കുഴപ്പമില്ല. ചൂട് എന്ന് വെച്ചാൽ കൊണ്ടുവന്ന സാധനം കടക്കി തപ്പി പിടിച്ച് കൊണ്ടുവന്നത് ഇതാ. ഫ്രൂട്ട്സ് വെക്കും ഇഷ്ടംപോലെ ഇങ്ങനത്തെ ഉണ്ട്. നടന്നോ. ഞാൻ ഭയങ്കര ഡീഹൈഡ്രേറ്റഡായി. അതാണ് എനിക്ക് ക്ഷീണം. ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല. അതാണ് ഞാനിപ്പം ചത്ത പോലെ ഇരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ചത്ത പോലെ ഇരിക്കുന്നത്. രാവിലെ മരിക്ക് പെട്ട് കഴിച്ചാൽ മതിയായിരുന്നു. പണ്ടാരം. എനിക്ക് വിശപ്പില്ല. വിശക്കുന്നില്ല എനിക്ക്. നിങ്ങൾ കാണുന്ന പോലെ ഞാൻ എപ്പോഴും ഉച്ചയ്ക്കാണ് എണീക്കല്. നല്ലതല്ല എനിക്കറിയാം. കോളേജ് തുടങ്ങി എന്തായാലും രാവിലെ എണീക്കണമല്ലോ. അപ്പം ഞാൻ അത് ഉച്ചയായി ഉറങ്ങണം. അയ്യോ, എനിക്കിപ്പം വെള്ളം കുടിക്കാത്ത. ഞാൻ വെള്ളം കുടിച്ചു. പക്ഷേ എനിക്ക് കുറേ വെള്ളം കുടിക്കണം. ആവില്ലാക്കിക്കോ. കുറേ വെള്ളം കുടിക്കണം. ഞാൻ വെള്ളം എടുക്കാൻ മറന്നുപോയി.
അതാണ് എനിക്ക് തല ഒരുമാതിരി ആവുന്നത്. സോറി, ഞാൻ ഭയങ്കര ക്ഷീണമായിരുന്നു. ഞാൻ എന്തെങ്കിലും കുടിക്കട്ടെ വീട്ടിൽ. ഓക്കെ ബൈ. പോയി അമ്മ ബില്ലൊക്കെ ഞാൻ പോയി സാധനങ്ങളൊക്കെ കയറ്റിക്കോട്ടെ. നമ്മൾ കുറേ സാധനങ്ങൾ എനിക്ക് വെള്ളം കുടിക്കാൻ എനിക്ക് ശരിക്കും വയ്യാണ്ടായി. അപ്പോൾ വേഗം വീട്ടിലോട്ട് പോവാം. ഓക്കെ, എന്താ അറിയില്ല, ഒരു തലക്കൊരു വീട്ടിലെത്തി. ചേച്ചി മന്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിലിങ്ങനെ ഇരിക്കുമ്പം. അപ്പം ഞങ്ങൾ ബിരിയാണി റഹ്മത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അവിടെ ഭയങ്കര ബ്ലോക്ക് റഹ്മത്തിന് മുമ്പിൽ. അപ്പോൾ പിന്നെ ഞങ്ങൾ വീട്ടിൽ ചേച്ചി മന്തി ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ട് മന്തി. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, ചേച്ചിനോട് പറഞ്ഞ് ഇത്തിരി മന്തിക്ക് ബാക്കി വയ്ക്കാൻ. അങ്ങനെ ഞാൻ മന്തി കഴിക്കാൻ പോവാം. ഫുഡ് കഴിക്കാത്തതിൻ്റെ പ്രശ്നമാണ്. അപ്പം പോയി ഫുഡ് കഴിക്കട്ടെ. ഓക്കെ, എന്നിട്ട് വരാം. നമ്മൾ മന്തി കഴിക്കാൻ പോവുക അല്ലേ? ഞാൻ മന്തി കഴിക്കാൻ പോകും. എനിക്ക് നല്ല വിശപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ബാഗൊക്കെ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ വിചാരിക്കും ഇപ്പം എൻ്റെ വീഡിയോയിൽ ഫുൾ ടൈം മന്തിയാണ്. പക്ഷേ എൻ്റെ തീറ്റപ്പണ്ടാരായിട്ടുള്ള ചേച്ചി ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഞാൻ കഴിക്കും. കുഴപ്പമില്ല. മന്തി കഴിച്ച് എൻ്റെ വയറൊക്കെ ഫുള്ളായി. അപ്പോഴാണ് ഞാൻ ഒന്ന് ഓക്കെ ആയത്. മറ്റേത് എനിക്ക് എന്തോ ഒരു ഇങ്ങനെ ശോകമൂഖമായി നിൽക്കുകയായിരുന്നു. അതാണ് ഞാൻ വീഡിയോ കുറേ ഒന്നും ഈ ബുക്കൊന്നും വാങ്ങിച്ച് ഞാൻ കാണിച്ചിട്ടൊന്നുമില്ല. എനിക്ക് എന്താ വെച്ചാൽ വെയ്യായിരുന്നു സത്യം പറഞ്ഞാൽ. ഫുഡ് കഴിക്കാത്തതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ SM സ്ട്രീറ്റിൽ നിന്നാണ് ഈ ബാഗ് വാങ്ങിച്ചത്. ഇത് എന്താ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. മറ്റേ മാക്സിത്ത് എന്താ വെച്ചാൽ കുറേ കള്ളിയില്ല, ആ ഒറ്റ കള്ളിയേ ഉള്ളൂ. അതാണ് പ്രശ്നം. ഇതിനിപ്പം ഒരു വലിയ കള്ളിയുണ്ട്, പിന്നെ ലാപ്ടോപ്പൊക്കെ വെക്കാൻ പറ്റിയ ഒരു കള്ളിയുണ്ട്, പിന്നെ ബാഗ് ലാപ്ടോപ്പ് ഇട്ട ബാഗ് നടത്തുള്ളൂ. അല്ല, പിന്നെ ഇവിടെ ഒരു കള്ളിയുണ്ട് കേട്ടോ. എല്ലാം 4 കള്ളിയുണ്ട്. പിന്നെ ഇവിടെ ഇവിടെ ലഞ്ച് ബോക്സ് ഒക്കെ ആണ് വെക്കാം. ആ ചെറുതിലോ അവിടെ കൊള്ളു. ഞങ്ങൾ വെച്ച് നോക്കി. ബാക്കിൽ കമന്റ് അടിക്കണ്ട. എന്നിട്ട് ഇവിടെ ഒരു ഇവിടെ ലഞ്ച് ബോക്സ് എന്താണ് വെക്കാം. പിന്നെ ഇവിടെ ഇപ്പം പൈസ ഒക്കെ തന്നായിട്ട് വെക്കാം. തന്നില്ലെങ്കിലോ? തന്നില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പം അങ്ങനെ ഒരു ബാഗ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ കൊണ്ടെടുക്കാൻ ഭയങ്കര കംഫി ആയിട്ടുള്ള ഒരു ബാഗ്. അപ്പൊ ഇതൊന്ന്. പിന്നെ ഇത് വിക്കോന്നല്ല അമ്മ വാങ്ങിച്ച വിക്കോ വാങ്ങിച്ച. ഇത് ആമസോണിൽ പൈസ കുറവാട്ടോ. പക്ഷെ എനിക്ക് ആമസോണിൽ ഇനി എപ്പോഴും ഓർഡർ ചെയ്യാന്ന് അറിയാത്തോണ്ട് ഇത് വാങ്ങിച്ചു. ഇത് നല്ലതാണ്. ഇങ്ങനെ കോൾഡ് കോഫി ഒക്കെ എപ്പോഴും ഉണ്ടാക്കി കുടിക്കുമ്പോൾ ഇങ്ങനെ എനിക്കിപ്പൊ തന്നെ ഇത്തിരി വളർത്തുക തരിക. അപ്പൊ അങ്ങനെ കുടിക്കാൻ പറ്റിയ സംഭവമാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ആദ്യം ഞാൻ കുടിക്കേ. ശരി, ഞാൻ ഇപ്പം തന്നെ ഒളിപ്പിച്ച് വെക്കുക. കുപ്പിയാണ് പൊട്ടുമെന്നുള്ളൊരു പേടിയുള്ളൂ. പിന്നെ ക്ലാസ് ഒക്കെ തുടങ്ങുന്നതുകൊണ്ട് ബുക്കൊക്കെ വേണമല്ലോ. അപ്പം നമ്മൾ ഒരു 4 ബുക്ക് വാങ്ങിച്ചു, ക്ലാസ്മേറ്റ്സിൻ്റെ അത് വാങ്ങിച്ചു. പിന്നെ പെന്ന് വാങ്ങിച്ചു, കുറച്ച് സെറ്റ്. പിന്നെ ഇതൊക്കെ ബാത്റൂമിലോട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ ബാത്റൂമിലേക്ക് കുറച്ച് സാധനം വാങ്ങിച്ചിരുന്നു. അങ്ങനെ ഇത് 2 എന്താ ഫ്ലോർ തുറക്കുന്നത്. ഇതും ഫ്ലോർ തുറക്കുന്നതാണ്. പിന്നെ ഇത് ക്ലോത്തിൻ്റെ അല്ലേ, ക്ലോത്ത് ഇതാക്കുന്നുണ്ടോ സാധനമാണ്. പിന്നെ ഇത് അമ്മ വാങ്ങിച്ചാണ് ഫ്രൂട്ട്സ് ഇടുന്നത്. പിന്നെ എന്താ സംഭവം, ഇത് പിന്നെ എൻ്റെ വാഷ്റൂമിലേക്കുള്ളതാണ്. ഹാൻഡ് വാഷ് ഇങ്ങനെ ആക്കാറുള്ളത്. ചേച്ചിക്ക് വേണ്ടി ബാത്റൂമിലോട്ട്. അപ്പം ഇത്രേ ഉള്ളൂ. ചേച്ചിക്കില്ല. ഇത് പിന്നെ താഴത്തോട്ടാ. അപ്പൊ ചേച്ചിക്കില്ല. അങ്ങനെയാണ്. അത്ര സാധനങ്ങളെ വാങ്ങിയിട്ടുള്ളൂ. മെയിനായിട്ട് ബാഗും ബുക്സും ഒക്കെ വാങ്ങിക്കാനും പിന്നെ ബാത്റൂമിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനും ഒക്കെയാണ് പോയത്. അതിൻ്റെ കൂടെ വേറെ കുറച്ച് സാധനം വാങ്ങിച്ചു. ഇനിയിപ്പോൾ അച്ഛൻ വരും. അച്ഛൻ വന്നിട്ട് ഞങ്ങൾ ഇവിടെ പോകും. എവിടെയാണ് പോകുക? ഏതൊരു ഫർണിച്ചർ ഷോപ്പിൽ പോകും. എന്നിട്ട് എനിക്കൊരു ചെയർ വാങ്ങിക്കണം. നല്ലത് കിട്ടിയാൽ വാങ്ങിക്കും. ഓക്കെ, അപ്പം ഞാൻ ഒന്ന് വെച്ച് കാണാം. എൻ്റെ ചേച്ചിക്ക് പ്രാന്താണ്. വേണ്ട കൈ. സോ ഗൈസ്, ഇതാണ് എൻ്റെ ചേച്ചി. നമ്മൾ ഫർണിച്ചർ വാങ്ങിക്കാൻ പോവാണ്. ആരോ വരുന്നു. സോ ഇതാണ് എൻ്റെ അച്ഛൻ. അച്ഛൻ ഹായ് പറ. ഹായ് പറ എന്റെ ബ്ലോഗില്. നമ്മള് ഷോപ്പിൽ പോവാ. എന്നിട്ട് അവിടെ വെച്ച് കാണാം. പാട്ട് പാട്.
ഇത് കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് അല്ലേ? എന്നുവെച്ചാൽ ഹായ് കാണിക്ക്. ഞാൻ അതെടുത്തിട്ട് കേട്ടോ, സീരിയസ്ലി. നമ്മളിപ്പോൾ തെയ്യമ്പാട്ടിൽ ഫർണിച്ചർ പോയി നല്ല കുറേ സാധനമുണ്ട്, പക്ഷെ ബഡ്ജറ്റിലൊത്തൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മളിപ്പം കുറ്റിക്കാട്ടൊരു ഫർണിച്ചർ ഷോപ്പ് ഉണ്ട് കുറേ. നമ്മളിപ്പോൾ അവിടെ പോയി നോക്കാൻ പോവാ എന്തെങ്കിലും നല്ല എനിക്ക് കിട്ടുമെന്ന്. ഞാൻ ഉദ്ദേശിക്കുന്നതിനൊക്കെ ഭയങ്കര പ്രൈസ്, അതാണ് പ്രശ്നം. ഭയങ്കര നല്ല പ്രൈസ്. എനിക്കറിയില്ല എനിക്ക് എന്തെങ്കിലും കിട്ടുമെന്ന്. ലാസ്റ്റ് ഇവർ എനിക്ക് വല്ല ഉണക്ക സ്റ്റൂള് വാങ്ങിയിട്ട് ഫ്രൈഡ് മോമോയും ചിക്കൻ കട്ട്ലറ്റും. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇനി അടുത്തൊരു ഫർണിച്ചർ ഷോപ്പിൽ കയറാൻ പോവാണ്. ഞങ്ങളിപ്പോൾ കുറ്റിക്കാട്ടിൽ എത്തുന്നതിൻ്റെ മുന്നേ 2 കടയിൽ കയറി. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിന് എന്താ അറിയില്ല, എല്ലാത്തിനും ഭയങ്കര പ്രൈസ്. അപ്പം പിന്നെ ഞങ്ങളിപ്പോൾ കുറ്റിക്കാട്ടൂരെങ്കിലും അപ്പം ഇനി കുറ്റിക്കാട്ടൂർ പോയി നോക്കട്ടെ. അവിടെ എനിക്ക് തോന്നുന്നില്ല, ഇനി ഞാൻ ഉദ്ദേശിക്കുന്നതിനൊക്കെ ഭയങ്കര പ്രൈസാണ്. അപ്പം ഞാൻ പിന്നെ വല്ല ഓഫീസ് ചെയറൊക്കെ ഞാൻ അവസാനം വാങ്ങിക്കും. എനിക്കറിയില്ല, കുറ്റിക്കാട്ടൂർ എന്തായാലും ഒന്ന് സെലക്ട് ചെയ്യും, അതെന്നെ വാങ്ങിക്കും. ഓക്കെ, അച്ഛനും ചേച്ചിയും ഫുഡ് പാർസലാക്കാൻ വേണ്ടിയിട്ട് ഈ കടയിൽ കയറിയതാണ്. അപ്പം എന്താ, ഞങ്ങളൊരു എത്ര കടയിൽ ഇപ്പോൾ നമ്മൾ കയറിയിട്ട് ഒരു 10-15 അല്ലേ, 10-15 ഷോപ്പ് കയറി. ഒന്നും എനിക്കിഷ്ടം. നിങ്ങളിപ്പോൾ വിചാരിക്കും ഞാൻ എന്ത് ചെയർ ഉദ്ദേശിക്കണമെന്ന്. ഞാൻ ഉദ്ദേശിക്കുന്ന ചെയറിന് ഭയങ്കര പ്രൈസ്. സോ അത്ര പ്രൈസിന് എനിക്ക് വാങ്ങിക്കാനും തോന്നുന്നില്ല. കാരണം പെന്നൊക്കെ വെച്ച് ഞാൻ പ്രോജക്റ്റും ഒക്കെ എനിക്ക് ചെയ്യാനുള്ളതല്ലേ. അപ്പം എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അതും പ്രശ്നമാണ്. അപ്പം ഒന്നും അങ്ങോട്ട് ഒക്കുന്നില്ല. അപ്പം പിന്നെ ഞാൻ വാങ്ങിക്കുന്നില്ല. അപ്പം ഞങ്ങൾ ഫുഡും പാർസലാക്കി വീട്ടിൽ പോയി കഴിക്കാൻ പോവാം. അയ്യോ, ഇങ്ങനത്തെ ഒരു ദിവസം. ഇത് നമ്മളെപ്പോഴാണ് ചെയർ വാങ്ങിക്കുക എനിക്കറിയില്ല. ഞാൻ ആമസോണിലൊക്കെ കണ്ടപ്പം അതൊക്കെ ഭയങ്കര ഇതായിരുന്നു. പക്ഷെ റിയലായിട്ട് നോക്കുമ്പം ഒന്നും എനിക്ക് കിട്ടണില്ല, അറിയില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. ഞാൻ വീഡിയോ എൻഡ് ചെയ്യുമ്പോൾ എൻ്റെ ദിവസമൊക്കെ പോയി. വീട്ടിലെത്തി കുറേ നോക്കി, ഒരു ചെയർ കിട്ടാനേ ഇല്ല. അല്ല, ചെയർ കുറേ ഉണ്ട്, പക്ഷെ എനിക്കിഷ്ടമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ഇപ്പം ഫുഡൊക്കെ കഴിക്കാൻ പാർസൽ വാങ്ങിയിട്ട് വന്ന് കഴിക്കട്ടെ. ഓക്കെ, അപ്പോൾ അന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സോ വീഡിയോ ഇഷ്ടമായ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. ബൈ.